നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകിട കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭകരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ ഒത്താശ നൽകുന്ന കേരള വൈദ്യുതി ബോർഡിനെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനവും ധർണയും നടത്തി. വഴിത്തല ശാന്തിഗിരി കോളേജിൽ വിജയ ദിനാഘോഷം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപക അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് വാർഷിക സമ്മേളനം തൊടുപുഴ NSS ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാവുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. അടിമാലി YMCA ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ദേശീയ പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. ചെറുകിട കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭകരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ ഒത്താശ നൽകുന്ന കേരള വൈദ്യുതി ബോർഡിനെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനവും ധർണയും നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ സമരം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി പോസ്റ്റുകൾക്ക് ഉയർന്ന വാടക വാങ്ങി ചെറുകിട സംരംഭകരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സർക്കാരിന്റെ K-ഫോൺ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കേരള വിഷൻ ഓപ്പറേറ്റർമാർ നൽകുമ്പോഴാണ് വൈദ്യുതി ബോർഡ് ഉയർന്ന വാടക വാങ്ങുവാൻ നീക്കം നടത്തുന്നത്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചെറുകിട കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭകരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ ഒത്താശ നൽകുന്ന KSCBL തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി തൊഴിൽ നിഷേധത്തിനെതിരെ KSCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയത്തിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച ധർണ CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നഗരങ്ങളിലൊക്കെ ഒരർത്ഥത്തിൽ ഇവർ ചെയ്യുന്ന സേവനം അതൊരു സേവനം കൂടിയായി കാണാൻ നമുക്ക് കഴിയും. പരിമിതമായ പണം ഓരോ വീട്ടിൽ നിന്നും ഈടാക്കിക്കൊണ്ടാണ് ഈ പോസ്റ്റുകളിലെല്ലാം കേബിൾ വലിച്ച് വീടുകളിലേക്ക് അത് എത്തിച്ചു നൽകുന്നത്. അപ്പം അത് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ബോർഡ് അവർക്ക് സഹായകമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ഈ രംഗത്തെ കുത്തകകളോടെടുക്കുന്ന അതേ സമീപനം തന്നെ ഈ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരോട് സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും ഡിജിറ്റൽ TV സേവനങ്ങളും നൽകി വരുന്ന കേരള വിഷൻ ഉൾപ്പെടുന്ന ചെറുകിട ബ്രോഡ്ബാൻഡ് മേഖലയെ തകർത്തെറിഞ്ഞുകൊണ്ട് വൻകിട കുത്തകകൾക്ക് ചൂഷണത്തിന് അവസരം നൽകുന്ന KSCB ലിമിറ്റഡിന്റെ നയങ്ങൾക്കെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. BPL കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന K-ഫോൺ പദ്ധതി പ്രകാരം ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നത് കേരള വിഷനാണെന്നും ഇതിന് യാതൊരുവിധ പൈസയും ഈടാക്കുന്നില്ലെന്നും COA വ്യക്തമാക്കി. ധർണാ സമരത്തിന് COA സംസ്ഥാന ട്രഷറർ PS സിബി, ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ, സെക്രട്ടറി ഷാജി C ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ K ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആരംഭിച്ചു. ബുധനാഴ്ച വൈകുന്നേരം കിളിയറ കപ്പേളിയിൽ വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ കൊടിയേറ്റി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് വടക്കേടത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ ജോർജ് എടത്തല സന്ദേശം നൽകി. വ്യാഴാഴ്ച രാവിലെ പള്ളിയിൽ ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൈകുന്നേരം കോതമംഗലം രൂപതയിലെ നവവൈദികരായ ഫാദർ ജോർജ് മാമൂട്ടിൽ, ഫാദർ ജെയിംസ് പരക്കനാൽ, ഫാദർ തോമസ് മക്കോളിൽ, ഫാദർ വർഗീസ് കണ്ണാടൻ, ഫാദർ അഗസ്റ്റിൻ നിരപ്പേൽ എന്നിവർ ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ടൗൺ പ്രദക്ഷിണം നടന്നു.
വെള്ളിയാഴ്ച വൈകുന്നേരം 4:15 ഫാദർ ജെയിംസ് മുണ്ടോളിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ ജോർജ് മാറാപ്പിള്ളി സന്ദേശം നൽകും. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ ഇടയാകരുതേ. ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വഴിത്തല ശാന്തിഗിരി കോളേജിൽ വിജയ ദിനാഘോഷം നടത്തി. വിവിധ മേഖലകളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപക അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ ആൽഫ്രഡ് കുര്യൻ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ശാന്തിഗിരി കോളേജ് മാനേജർ റവറന്റ് ഫാദർ പോൾ പാറേക്കാട്ടിൽ CMI സന്ദേശം നൽകി. വഴിത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ 2023-24 അക്കാദമിക വർഷം വിവിധ മേഖലകളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപക അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. എന്നും നൂതനമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ശാന്തിഗിരി കോളേജ് കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായതിന്റെ പ്രവർത്തന മികവിനാണ് അംഗീകാരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചത്. പ്രശസ്ത സിനിമാ സംവിധായകൻ ആൽഫ്രഡ് കുര്യൻ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അപ്പോൾ ഇപ്പം ഇന്നാളെ തന്നെ ഒത്തിരി പേര് ഇപ്പം അക്കാദമിക്സ് ആവാം, ആർട്സ് ആവാം, സ്പോർട്സ് ആവാം, എല്ലാത്തിലും മികവ് പുലർത്തിയ ഒത്തിരി ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു അതിനു വേണ്ടി. അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആയവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ നിർത്തരുത് നിങ്ങൾ എന്നുള്ളതാണ്. കാരണം നമ്മൾ വിചാരിക്കും ഇവിടെ എത്തി എല്ലാം ആയി. ഇപ്പം ഞാൻ തന്നെ സിനിമയിലെത്തി, അതായിരുന്നു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആഗ്രഹം. എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ഇനി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആയവരോടാണ് പറയുന്നത്, നിങ്ങൾ എന്താ പറയുക, സ്റ്റെപ്പിംഗ് സ്റ്റോൺസിനെ മൈൽ സ്റ്റോൺ ആക്കി മാറ്റുക എന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ട്രൈ ചെയ്ത് ഫെയിലായ ആളുകളുണ്ട്, ഇനിയും തുടങ്ങാത്ത ആളുകളുണ്ട്. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സക്സസ് ആവും, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഞാൻ സക്സസിനെ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് ഇന്ന് സക്സസ് എനിക്കാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കാണെന്നുള്ളതാണ്. ചടങ്ങിൽ കാർമൽ പ്രൊവിൻഷ്യൽ റവറന്റ് ഫാദർ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നേൽ CMI അധ്യക്ഷത വഹിച്ചു. ശാന്തിഗിരി കോളേജ് മാനേജർ റവറന്റ് ഫാദർ പോൾ പാറേക്കാട്ടിൽ CMI സന്ദേശം നൽകി. കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ ബേബി ജോസഫ് CMI സ്വാഗതവും കോളേജ് ബർസാർ റവറന്റ് ഫാദർ ഷിൻഡോ ജോസഫ് CMI ആശംസകളും നേർന്നു. കോളേജിലെ കലാ കായിക മത്സരങ്ങളിൽ ഉജ്ജ്വല പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, വഴിത്തല. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് വാർഷിക സമ്മേളനം തൊടുപുഴ NSS ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TP ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റായി TP ചന്ദ്രശേഖരൻ, സെക്രട്ടറി PN കൃഷ്ണൻ, ട്രഷറർ KK രവി എന്നിവരടങ്ങുന്ന 11 അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് വാർഷിക സമ്മേളനം തൊടുപുഴ NSS ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ
21 ഡിസംബറിൽ തുടങ്ങി 22 ജനുവരിയിൽ തീർത്താൻ 27 ദിവസത്തെ നിരാഹാര സമരത്തിൽ തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം 13 തുടങ്ങി നമ്മൾ 12 ദിവസം നടത്തിയ സമരത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കൂടി പോയൊരു എഴുത്തുകാരന്റെ വിമർശനത്തിന്റെ ഫലമായി 11 തന്നെ ആനത്തലവട്ട ആനന്ദനെ വിളിച്ചു. തിരുവഞ്ചൂര് നിങ്ങളുടെ സമരസമിതിയുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യണം. അദ്ദേഹം പറഞ്ഞ് ചർച്ച ചെയ്യാമല്ലോ, പെൻഷൻകാരുടെ സംഘടനയെ വിളിച്ച് ചർച്ച ചെയ്യാം. ചർച്ചയ്ക്ക് വിളിച്ചു, ചർച്ച ചെയ്തു. അതെന്തിനായിരുന്നു ആ സമരം? നമ്മുടെ LIC പാക്കേജ് ആയിരുന്നു വിഷയം. LIC പാക്കേജ് എന്താണ് ആർക്കറിയാം? ആർക്കും അറിയില്ല. മന്ത്രി നമ്മളോട് തുറന്നു പറയാൻ തയ്യാറല്ല. അന്നത്തെ ഭരണകക്ഷിയുടെ യൂണിയനായ TDF പറയാൻ തയ്യാറല്ല. അസോസിയേഷൻ അറിഞ്ഞുകൂടാ. അപ്പോൾ മാർഗം എന്താണ്? അതിൽ ഒരു വ്യവസ്ഥയുണ്ട്, സ്ലാബുകളാക്കും. ആ സ്ലാബുകളിൽ പിന്നെ വർധനമില്ല, എവിടെയൊക്കെ ഫിക്സ് ചെയ്യും. ആ രീതിയിലാണ് നമുക്ക് കിട്ടിയ വിവരം. ആ വിവരത്തിന് പരിഹാരം ഉണ്ടായിരുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് TP ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി PA അസീസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി MK സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ഡിസംബർ ജനുവരി മാസങ്ങളിലെ പെൻഷൻ എത്രയും വേഗം വിതരണം ചെയ്യുക, 5 വർഷത്തെ ഉത്സവബത്ത കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക, ക്ഷാമാശ്വാസം അനുവദിക്കുക, 12 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പരിഷ്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി TP ചന്ദ്രശേഖരൻ, സെക്രട്ടറി PN കൃഷ്ണൻ, ട്രഷറർ KK രവി എന്നിവരടങ്ങുന്ന 11 കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുതലക്കോടം സേക്രഡ് ഹാർട്സ് ഗേൾസ് ഹൈസ്കൂളിലെയും സെന്റ് ജോർജ് ഹൈസ്കൂളിലെയും സീനിയർ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംയുക്തമായി നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, ഇടുക്കി ADNO സുരേഷ് ബാബു ഉൾപ്പെടെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിലെയും സെന്റ് ജോർജ് ഹൈസ്കൂളിലെയും സീനിയർ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംയുക്തമായി നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, ഇടുക്കി ADNO സുരേഷ് ബാബു, സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സുനി M കുര്യൻ, സെന്റ് ജോർജ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ പോൾ എടത്തൊട്ടി, സ്കൂൾ മാനേജർ ഫാദർ ജോർജ് താനത്തുപറമ്പിൽ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം നേരിടുന്ന ലഹരി പോലെയുള്ള മാരക വിനോദത്തിന് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരുമായ അവരുടെ നേരെയുള്ള വിരൽ ചൂണ്ടലിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഈ രാജ്യത്തിനോടുള്ള സ്നേഹവും ഇന്ത്യൻ ഭരണഘടനയിലുള്ള മൂല്യങ്ങളുമെല്ലാം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പാകപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഈ പ്രോജക്റ്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഇടുക്കി ADNO കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി. തുടർന്ന് കുട്ടികളുടെ ആവേശോജ്വലമായ പരേഡും നടന്നു. പരേഡ് വീക്ഷിക്കാനും കുട്ടികളെ അഭിനന്ദിക്കാനും കുട്ടികളുടെ മാതാപിതാക്കളും അധ്യാപകരും എത്തിച്ചേർന്നു. സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിലെ അഫ്രീൻ M ജലീൽ അണ്ടർ കമാൻഡറായി പരേഡിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാവുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും BJPയും CPMനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്നതാണെന്നും കുടുംബത്തിന് നീതി ലഭിക്കും വരെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPIMന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ഐക്യദാർഢ്യ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്.
വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ പൊതുസമ്മേളനത്തിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ അധ്യക്ഷനായിരുന്നു. CITU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് R തിലകൻ സ്വാഗതം ആശംസിച്ച ഐക്യദാർഢ്യ പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPIM ഈ സംഭവത്തിലെടുത്ത നിലപാട് നിങ്ങൾക്കെല്ലാം പകർവെച്ച പോലെ വ്യക്തതയുണ്ട്. ഒരു കഥ പറയുന്നത് പോലെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മരണം സംഭവിച്ചത് മുതൽ പോലീസ് ഇടപെട്ട് സ്വതന്ത്രമായ പോലീസ് അന്വേഷണം നടത്തി കൊലപാതകമാണെന്ന് മനസ്സിലായി. ശരിയായ രീതിയിൽ പോലീസ് ഇടപെടലുണ്ടായി. കോടതിയുടെ ഭാഗമായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമാണ് തീരുമാനിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിശ്ചയിച്ചു. കേസ് നടന്നു. സാക്ഷികളൊന്നും മൊഴിമാറിയിട്ടില്ല. ഞാനത് ചോദിച്ചു, സാക്ഷികൾ ആരെങ്കിലും മൊഴിമാറ്റിയോ? സാക്ഷികളൊന്നും മൊഴിമാറ്റിയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞപോലെ നിർഭാഗ്യപരമായ ഒരു വിധിയുണ്ടായി. ആ വിധി അവസാനത്തെ വാക്കല്ല. ആ വിധിയുടെ മേലെ അപ്പീൽ ഗവൺമെന്റ് പോകുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രഗത്ഭനായ ഒരാളെ അതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത പാർട്ടിയെ പ്രതികൂട്ടിലാക്കുന്നത് എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ ഒരു കാര്യം, അത് പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് പ്രതികൂട്ടിലാക്കാൻ കഴിയുമോ എന്ന മിഥ്യാധാരണയാണ്. ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എന്താ ഉണ്ടായത്, സംഭവിച്ചത് എന്ന കാര്യത്തെ പറ്റി കൃത്യമായ ധാരണ കിട്ടിയാൽ നിന്റെ ഈ പ്രചാരവേലക്കൊന്നും യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ ഉയർന്ന PC വേണുഗോപാൽ മുതൽ നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ സിനിമ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ BJPയുടെ ഒരു അത്താണിയായിട്ട് കൊണ്ട് നടക്കുന്നത് തൃശ്ശൂരിൽ കണ്ട് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഞാൻ കടൂരിൽ പോകുമെന്ന് പറഞ്ഞാണ്. എവിടെ പോയാലും കുഴപ്പമില്ല. ഈ കേരളത്തിൽ BJP 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല എന്ന രാഷ്ട്രീയം കൃത്യമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യും. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസ് കോൺഗ്രസും BJPയും CPIMനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും കേസിലെ കോടതി വിധിക്കെതിരെ പ്രഗത്ഭനായ ഒരു പ്രോസിക്യൂട്ടറെ നിയമിച്ച് കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുവാനാണ് CPIMന്റെ തീരുമാനമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തുടർന്ന് വേദിയിൽ വെച്ച് ബാങ്ക് ജപ്തി നേരിടുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ജപ്തി സഹായമായി 11 ലക്ഷം രൂപ കൈമാറി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MJ മാത്യു, റോമിയോ സെബാസ്റ്റ്യൻ, KS മോഹനൻ, ശൈലജ സുരേന്ദ്രൻ തുടങ്ങിയവർ ഐക്യദാർഢ്യ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതി പ്രതിസന്ധിയിലായതോടെ കോടികൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിലാണ് നവബോർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ 2019 മൂന്നാർ ടൗണിന് സമീപവും 1 കിലോമീറ്റർ മുകളിൽ മുതുവാൻപാറം ഭാഗത്തും കന്നിമലയാറിന് കുറുകെ 2 തടയണകൾ നിർമ്മിക്കുന്ന ജോലികൾക്ക് തുടക്കമിട്ടത്. നിർമ്മാണം 2022 മാർച്ചിൽ പൂർത്തിയായി. ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ കോളനി പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ളതായിരുന്നു പദ്ധതി. എന്നാൽ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി. ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച് പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ. എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി. ഇതോടെയാണ് 1.5 വർഷമായി ഈ തടയണകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. LDF സർക്കാർ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പദ്ധതികൾ, ഒരു പദ്ധതി പോലും ജനങ്ങൾക്ക് പ്രയോജനകരമല്ലാത്ത പദ്ധതിയായി മാറിയിരിക്കുന്നു. അതിനകത്ത് മുഴുവൻ അഴിമതിയിലാണ്. ഇപ്പോൾ കന്നിമല ആ ഭാഗത്ത് ഒരു ചെക്ക് ഡാം കെട്ടി 6 കോടി രൂപയാണ് ശുദ്ധജല വിതരണത്തിന് വേണ്ടി ആ പദ്ധതി അവിടെ കൊണ്ടുവന്നത്. പക്ഷേ കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് തുടർച്ചയായിട്ട് ഇന്നത്തെ ഈ സർക്കാർ അത് എന്താണ് അതിന് ചെയ്തിരിക്കുന്നത്? അത് മുഴുവനും ആ ഡാമിൻ്റെ അടിഭാഗത്ത് മുഴുവനും മണ്ണൊഴിച്ചങ്ങോട്ട് പോയി. വെറുതെ അതിനകത്ത് ചിലവാക്കിയ പൈസ മുഴുവനും വെറുതെയായി. ശുദ്ധജലം വിതരണം ചെയ്യാൻ മൂന്നാർ കോളനിയിലും മൂന്നാർ ടൗണിലും ശുദ്ധജല വിതരണത്തിന് വേണ്ടി
കൊണ്ടുവന്ന ആ പദ്ധതി ഇത് എങ്കും എത്താതെ ഇപ്പം മുഴുവനും അത് ഒന്നുമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. അടിമാലി YMCA ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 4:30 ദേശീയ പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. വിശാലമായ വാഹന പാർക്കിങ്ങും കളിസ്ഥലവും ഓഡിറ്റോറിയവും ഗസ്റ്റ് റൂമും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ടൗണിന് സമീപം മന്നാങ്കാലയിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. അടിമാലി YMCA മന്നാങ്കാലയിലുള്ള സ്വന്തമായ സ്ഥലത്ത് സ്വന്തമായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി മാസം 2-ാം തീയതി വൈകിട്ട് 4:30 മണിക്ക് നടത്തപ്പെടുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് YMCAയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ്, നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് ജോർജ് അവറുകളാണ്. തദവസരത്തിൽ YMCAയുടെ മുൻ നാഷണൽ പ്രസിഡന്റ് ജസ്റ്റിസ് JB കോശി, അതുപോലെ YMCAയുടെ കേരള റീജിയൻ ചെയർമാൻ ശ്രീ ജോസ് നെറ്റിക്കാടൻ, YMCAയുടെ നാഷണൽ ട്രഷറർ ശ്രീ റജി ഇടയാറന്മുള, അതുപോലെ YMCAയുടെ ദേശീയ റീജിയണൽ നേതാക്കന്മാരെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. 1988 പ്രവർത്തനം ആരംഭിച്ച് 35 വർഷം പിന്നിടുന്ന അടിമാലി YMCAയുടെ പുതിയ ആസ്ഥാന മന്ദിരോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി ടൗണിന് സമീപം മന്നാംകാലയിൽ ഉച്ചകഴിഞ്ഞ് 4:30 നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ YMCA പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. ഇമ്മീഡിയറ്റ് നാഷണൽ പ്രസിഡന്റും മുൻ ചീഫ് ജസ്റ്റിസുമായ ബെഞ്ചമിൻ കോശി മുഖ്യപ്രഭാഷണം നടത്തും. അടിമാലി YMCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് അധ്യക്ഷത വഹിക്കും. 2023 ജൂൺ 19 മുൻ ചീഫ് ജസ്റ്റിസ് JB കോശി തറക്കല്ലിട്ട് 4 നിലയ്ക്കുള്ള ഫൗണ്ടേഷനോടുകൂടി 1100 ചതുരശ്ര അടി വിസ്തൃതിയിൽ 180 ദിവസം കൊണ്ടാണ് മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അംഗങ്ങളുടെ സഹകരണത്തോടെ സമാഹരിച്ച 25 ലക്ഷം രൂപ മുടക്കിയാണ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളതെന്നും അടിമാലി YMCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ്, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബിജു മാന്തറയ്ക്കൽ, സെക്രട്ടറി രാജേഷ് ജോസ്, വനിതാ ഫോറം പ്രസിഡന്റ് ഡയാന ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി. തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ ഏകദേശം 3 മാസത്തിലധികമായി പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട്. വെള്ളമൊഴുകി കുഴി രൂപപ്പെട്ട് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപ പ്രദേശത്തെ കടയിലേക്കും കാൽനട യാത്രക്കാരുടെ ശരീരത്തിലേക്കും വെള്ളം തെറിക്കുന്നത് മൂലം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അരുൺ അരിപ്പുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ ഏകദേശം 3 മാസത്തിലധികമായി പൈപ്പ് പൊട്ടി വെള്ളമൊഴുകാൻ തുടങ്ങിയിട്ട്. വെള്ളമൊഴുകി കുഴി രൂപപ്പെട്ട് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപ പ്രദേശത്തെ കടകളിലേക്കും കാൽനട യാത്രക്കാരുടെ ശരീരത്തിലേക്കും വെള്ളം തെറിക്കുന്നത് മൂലം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. റോഡിന് സമീപമുള്ള തോട്ടിലേക്കാണ് വെള്ളം ഒഴുക്കി വിട്ടിരിക്കുന്നത്. പൊതുജനങ്ങളും മർച്ചന്റ്സ് അസോസിയേഷൻ മുഖേനയും വാട്ടർ അതോറിറ്റിയിൽ വിവരം അറിയിച്ചിട്ടും യാതൊരു ഫലവുമില്ല. പൊട്ടിയ ഭാഗം നന്നാക്കേണ്ടി വരും. ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ അറ്റകുറ്റപ്പണികൾ കൂടുതൽ ചെയ്യേണ്ടി വരും. പരാതിയിലുള്ള സത്യസന്ധത ഉൾക്കൊണ്ട് പൊട്ടിയ ഭാഗം ശരിയാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. രാജ്യത്തിന്റെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ച അധികൃതർ. കൈവരിയില്ലാത്ത പാലങ്ങളും പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതും മേഖലയിൽ വൻ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കൂടാതെ തുരുമ്പ് പിടിച്ച് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന മഴവിൽ പാലവും അപകട ഭീഷണിയിലാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഡിവൈഡറുകളിൽ വാഹനം ഇടിച്ചു കയറിയുള്ള അപകടങ്ങളും പതിവാണ്.
പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് അധികൃതരെന്നാണ് പരാതി. കൈവരിയില്ലാത്ത പാലങ്ങളും പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതും മേഖലയിൽ വൻ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കൂടാതെ തുരുമ്പ് പിടിച്ച് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന മഴവിൽ പാലവും അപകട ഭീഷണിയിലാണ്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഡിവൈഡറുകളിൽ വാഹനം ഇടിച്ചു കയറിയുള്ള അപകടങ്ങളും പതിവാണ്. മൂന്നാർ മെയിൻ റോഡിൽ SBI ജംഗ്ഷന് സമീപത്തുള്ള കൈവരിയില്ലാത്ത പാലം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കൊടും വളവിലുള്ള കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് പുഴയിൽ വീഴാൻ സാധ്യതയേറെയാണ്. ടെമ്പിൾ റോഡിൽ ജില്ലാ പഞ്ചായത്ത് പണികഴിപ്പിച്ച പാലത്തിനും ഭാഗികമായി മാത്രമാണ് കൈവരി നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിന്റെ തുറന്നുകിടക്കുന്ന ഭാഗത്തുകൂടി വാഹനങ്ങളും കാൽനടയാത്രക്കാരും പുഴയിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇരുമ്പുപാലത്തിന്റെ കൈവരികളും വാഹനമിടിച്ച് തകർന്ന നിലയിലാണ്. നാളുകളായിട്ടും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ടില്ല. രാത്രികാലങ്ങളിൽ വീതി കുറഞ്ഞ പാലത്തിൽ നിന്ന് വാഹനങ്ങൾ പുഴയിൽ വീണാൽ വൻ ദുരന്തത്തിന് കാരണമാകും. നടയാർ റോഡ്, പെരിയവാര, ടാക്സി സ്റ്റാൻഡ്, നല്ലതണ്ണി റോഡ് തുടങ്ങിയ തിരക്കേറിയ ഭാഗങ്ങളിൽ പുഴയോരത്ത് സംരക്ഷണ മതിൽ നിർമ്മിക്കാത്തതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. അശാസ്ത്രീയമായ ഡിവൈഡറുകളും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ടൗണിൽ SBI ജംഗ്ഷൻ, സെൻട്രൽ ജംഗ്ഷൻ, നല്ലതണ്ണി ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള ഡിവൈഡറുകളാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. രാത്രിയിലും മഴയുള്ള സമയങ്ങളിലും ഡിവൈഡറുകളിൽ വാഹനങ്ങൾ ഇടിച്ചു കയറുന്നത് പതിവാണ്. ഉയരം കുറഞ്ഞ ഡിവൈഡറുകൾ ഡ്രൈവർമാരുടെ കണ്ണിൽപ്പെടാതെ വരുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. ഡിവൈഡറുകളിൽ വേണ്ടത്ര റിഫ്ലക്ടറുകളും സ്ഥാപിച്ചിട്ടില്ല. നേരത്തെ ഡിവൈഡറിൽ കാറിടിച്ചു കയറി ഗർഭിണി ഉൾപ്പെടെ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 4 മാസം മുമ്പാണ് 100 വർഷത്തിലേറെ പഴക്കമുള്ള നല്ലതണ്ണി പാലം തകർന്നു വീണത്. അപകടത്തിൽ ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റിരുന്നു. പാലത്തിൽ മറ്റാരും ഇല്ലാതിരുന്നതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത്. തകർന്നു വീണിട്ട് 4 മാസമായിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങാനായിട്ടില്ല. മൂന്നാർ ടൗണിലെ മാട്ടുപ്പെട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന മഴവിൽ പാലം പൂർണ്ണമായി തുരുമ്പ് പിടിച്ച് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന നിലയിലാണ്. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ദിവസേന പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ഇതേക്കുറിച്ച് നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം. സീസൺ ആരംഭിച്ചതോടെ വിനോദസഞ്ചാരികളുടെ തിരക്കേറിയിട്ടും വേണ്ടത്ര സുരക്ഷയൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം അടയ്ക്കുന്നു. വരയാടികളുടെ പ്രജനന കാലമായതിനാൽ 2 മാസത്തേക്കാണ് പാർക്ക് അടച്ചിടുന്നത്. ഈ കാലയളവിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലേക്ക് കയറാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. വരയാടിൻ കുഞ്ഞുങ്ങളെ പാർക്കിൽ കണ്ടെത്തിയതോടെയാണ് ജനുവരി 31 മുതൽ ഇരവികുളം ദേശീയോദ്യാനം 2 മാസത്തേക്ക് അടച്ചിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടത്തുന്നതിനാണ് പാർക്ക് അടച്ചിടുന്നത്. ഈ കാലയളവിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. ഏപ്രിൽ പകുതിയോടെ പുതിയ അതിഥികളുമായി പാർക്ക് വീണ്ടും തുറക്കും. ചെങ്കുത്തായ മലയുടെ അടിവാരങ്ങളിലും പാറയിടുക്കുകളിലുമാണ് വരയാടുകളുടെ പ്രജനനം നടക്കുക. മറ്റു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് വരയാടുകൾ പ്രജനനകാലത്ത് ഇത്തരം മേഖലകൾ കണ്ടെത്തുന്നത്. കഴിഞ്ഞ വർഷം 125 വരയാടിൻ കുഞ്ഞുങ്ങളാണ് പിറന്നത്. നിലവിൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ 803 വരയാടുകളാണുള്ളത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ കോടതി വിധി പ്രതികൂലമായി ബാധിക്കും. പൂപ്പാറ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അപ്പീൽ നൽകി. പൂപ്പാറയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതി മാനുഷിക പരിഗണന നൽകിയില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി പറഞ്ഞു. ജില്ലയിലെ വ്യാപാരി സമൂഹം പൂപ്പാറയിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കുമൊപ്പം നിലകൊള്ളുമെന്നും വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പീലിൽ തീരുമാനമായില്ലെങ്കിൽ നാട്ടുകാരെ മുൻനിർത്തി വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. ജനങ്ങൾ സംഘടിച്ച് എതിർത്താൽ ഒരു ഉത്തരവും നടപ്പാക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാരികൾ കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാൽ കുടിയേറ്റക്കാരായ സാധാരണക്കാരെ സംരക്ഷിക്കണമെന്ന നിലപാടാണുള്ളത്. അനധികൃതമായി കൈയേറിയാൽ ആ നിമിഷം ഒഴിവാക്കണം. ഒരു 60 വർഷം കഴിഞ്ഞാണോ ഇത് അനധികൃതമാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒഴിപ്പിക്കാൻ ചെല്ലുന്നത്? ഒരു 6 മാസം 7 മാസത്തിനുള്ളിൽ അവരെല്ലാം ഇറക്കി വിട്ട പ്രശ്നം തീർന്നില്ലേ? ഇതിപ്പോ 10-60 വർഷമായ കുഞ്ഞുകുട്ടി പരാധീനമടക്കം ജീവനോപാധി മുഴുവൻ, ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചത് വിട്ടെറിഞ്ഞിട്ട് എന്നാ കിട്ടിയേക്കുന്നത്? പരമാവധി 1 സെന്റ് 2 സെന്റ് അത് മുഴുവൻ വിട്ടെറിഞ്ഞ് പോകണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതിനകത്തൊരു മാനുഷിക വശവുമില്ല. ഞങ്ങൾ ആക്രമണത്തിന്റെ പാതയൊന്നും സ്വീകരിച്ചുകൊണ്ട് സമരമില്ല. സമാധാനപരമായി ജനങ്ങൾ ഇവര് മുഴുവൻ ആത്മഹത്യയിലേക്ക് പോകും. 56 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 500 ആളുകൾ, 250-300 ആളുകളെങ്കിലും അധിവസിക്കുന്നുണ്ട്. അവരെല്ലാം ഒരു കിടപ്പാടം പോലും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ എന്താ വഴി? അപ്പൊ അതിനു മുമ്പ് എന്ത് പ്രതിരോധവും തീർക്കാൻ അവർ തയ്യാറാകും. ന്യായമായ വിധത്തിലുള്ള സമാധാനപരമായ മാർഗത്തിലുള്ള പ്രതിരോധം.
പൂപ്പാറ ടൗണിന് സമീപം പന്നിയാർപ്പുഴയുടെ തീരത്ത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച 2 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2022 BJP പ്രാദേശിക നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിൽ മറ്റ് കെട്ടിടങ്ങളും വീടുകളും ഉണ്ടെന്ന് ഈ 2 സ്വകാര്യ വ്യക്തികൾ കോടതിയെ അറിയിച്ചു. തുടർന്ന് പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന 56 കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് ഈ കയ്യേറ്റങ്ങൾ 6 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ 17-ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകിട കേബിൾ TV, ബ്രോഡ്ബാൻഡ് സംരംഭകരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ ഒത്താശ നൽകുന്ന കേരള വൈദ്യുതി ബോർഡിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനവും ധർണയും നടത്തി. വഴിത്തല ശാന്തിഗിരി കോളേജിൽ വിജയ ദിനാഘോഷം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപക അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് വാർഷിക സമ്മേളനം തൊടുപുഴ NSS ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാവുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. അടിമാലി YMCA ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ദേശീയ പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.